അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കറിക്ക് വേണ്ടുന്ന സവോള ഞാൻ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഇത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വലിയ ജീരകവും കുരുമുളകും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റത്തിന്റെ പ്രിപ്പറേഷൻ. ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് മുമ്പേ അരിഞ്ഞു വെച്ച സവാള കുറച്ച് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ലേശം പഞ്ചസാരയും കൂടി ഇട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി സാധാരണ പോലെ ആദ്യം നമുക്ക് സവാള ഒന്ന് വഴട്ടിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് മുമ്പേ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന മസാലക്കൂട്ട് ചേർക്കാം. ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം കുറച്ച് മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് ഇളക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാം. പകുതി വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഫൈനലി നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ സവാള വറുത്തതുണ്ടല്ലോ, അത് ലാസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി.